ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺസംഷൻ തിയറീസ്, പല കൺസംഷൻ തിയറീസും ഞാൻ പറഞ്ഞു. അതിലടുത്ത് വരണമാണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് വളരെ ചെറിയൊരു സംഭവമാണ്, ഒരു ഷോർട്ട് നോട്ടിൻ്റെ രീതിയിലുള്ളതേ ഉള്ളൂ. ഡിഗ്രിക്കുണ്ട്, ഇത് സ്ഥിരമായിട്ടുണ്ട്, പി ജിക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് പ്രൊപ്പോണ്ടഡ് ബൈ ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ J.M. കെയ്ൻസ്, കെയ്നീഷ്യൻ തിയറിയാണിത്. അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൺസംഷൻ നമുക്കറിയാം, കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. അതിൻ്റെ ബേസിൽ തന്നെയുള്ള ഒരു ലോ ആണിത്. ഇവിടെ ഇയാൾ പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഹൗസ് ഹോൾഡ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ആബ്സല്യൂട്ട് ഓർ കറൻറ്റ് ലെവൽ ഓഫ് ഇൻകം. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു കറൻറ്റ് ലെവൽ ഓഫ് ഇൻകം ഉണ്ട്, അതിനെയാണ് അയാൾ ആബ്സല്യൂട്ട് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ കറൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തെ ആസ്പദമാക്കി അവൻ്റെ കൺസംഷൻ പാറ്റേൺ മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. അതാണ് ഈ ലോയി പറയുന്നത്, അല്ലെ ഈ തിയറി പറയുന്നത്. അപ്പോൾ ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഹൗസ് ഹോൾഡ് ദാറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് കറൻറ്റ് ഓർ ആബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം. അത്രയേ ഉള്ളൂ. ഇവിടെ അയാളൊരു സൈക്കോളജിക്കൽ ലോ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സൈക്കോളജിക്കൽ ലോ, അയാൾ പറയുന്ന പ്രധാനപ്പെട്ട അതൊരു സൈക്കോളജിക്കൽ ലോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിയാണ് ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പ്. ആ ലോ പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം മീൻസ് ആൻ ഇൻക്രീസ് ഇൻ കൺസംഷൻ, ബട്ട് ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. അതാണ് ഇയാളുടെ സൈക്കോളജിക്കൽ ലോ എന്ന് പറയുന്നത്. അതായത് ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം. നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വരുമാനം കൂടുന്നതിന് ആനുപാതികമായിട്ട് നമ്മുടെ കൺസംഷൻ റേറ്റും കൂടും. പക്ഷേ വരുമാനത്തിലെ ആ വർധനവുണ്ടല്ലോ, അത്രയും വർധനവ് കൺസംഷൻ്റെ അകത്ത് വരത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5000 രൂപ കിട്ടുന്ന ഒരാളിന്, 5000 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ 4000 രൂപ കൺസംഷൻ നടത്തി, 1000 രൂപ സേവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇനി 5000 എന്നുള്ളത് അയാൾ 7000ത്തിലേക്ക് ഇൻകം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ അത് 4000-ൽ നിന്ന് ഒരു 500 600 വല്ലതുമേ ഉള്ളൂ. അതായത് ഇൻക്രീസ് ഇൻ ഇൻകത്തിൻ്റെ അത്രയും ലെവലിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യത്തില്ല. അതാണ് സൈക്കോളജിക്കൽ, കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം മീൻസ് ആൻ ഇൻക്രീസ് ഇൻ കൺസംഷൻ ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം. അവിടെ അയാൾ കൊണ്ട് ദാറ്റ് മീൻസ് ഒരു എക്സ്ട്രാ ഇൻകം അവിടെ ഉണ്ടാകും. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഈസ് എ പീപ്പിൾ ബിഗാൻ ടു സേവ്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അയാൾ പറയുന്നത് പീപ്പിൾ സേവ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഇൻകം വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് അവരുടെ ആ ഇൻകത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സേവിങ് എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ പീപ്പിൾ സേവ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം. ഇനി അതുപോലെ തന്നെ അയാൾ പറയുന്ന മറ്റൊരു കാര്യം, കറണ്ട് അഗ്രിഗേറ്റ് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് കറണ്ട് ഡിസ്പോസബിൾ ഇൻകം. എന്താ ഡിസ്പോസബിൾ ഇൻകം? അതായത് ഇൻകം ആഫ്റ്റർ ടാക്സേഷൻ, ടാക്സ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പോസബിൾ നാഷണൽ ഇൻകം എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയുന്ന സൈക്കോളജിക്കൽ ലോയിൽ മറ്റൊരു കാര്യം പറയുന്നത് കറണ്ട് അഗ്രിഗേറ്റ് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് കറണ്ട് ഡിസ്പോസബിൾ നാഷണൽ ഇൻകം. അതായത് ഇപ്പോൾ നമ്മുടെ കറണ്ട് ഡിസ്പോസബിൾ നാഷണൽ ഇൻകം എത്രയുണ്ടോ അതിന് ആനുപാതികമായിട്ടായിരിക്കും കറണ്ട് അഗ്രിഗേറ്റ് കൺസംഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ആ ഫംഗ്ഷനെ നമുക്ക് സി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയാം. സി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വൈ. സി എന്ന് പറഞ്ഞാൽ കൺസംഷനാണ്, വൈ എന്ന് പറയുന്നത് ഇൻകമാണ്. ഇനി അതുപോലെ തന്നെ ആ കൺസംഷന് നമുക്ക് മറ്റൊരു സ്റ്റൈലിൽ, അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് പറയും. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. എ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഓട്ടോണമസ് കൺസംഷൻ ഈസ് റിയൽ വെൻ നാഷണൽ ഇൻകം ഈസ് സീറോ ഓർ ഇൻകം ഈസ് സീറോ. അതായത് നമുക്ക് ഇൻകം സീറോ ലെവലിലാണെങ്കിൽ പോലും നമുക്ക് കൺസംഷൻ ഉണ്ട്, കൺസംഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. സീറോ ലെവൽ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു, അവൻ ഏൺ ചെയ്യുന്നതിന് മുമ്പ് വരെ അവന് കൺസംഷൻ ഉണ്ട്, വരുമാനമില്ലാതെ തന്നെ കൺസംഷൻ. അപ്പോൾ സീറോ ലെവൽ ഓഫ് ഇൻകത്തിലും കൺസംഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് എ, അതായത് മിനിമം കൺസംഷൻ ലെവൽ അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓട്ടോണമസ് കൺസംഷൻ. പിന്നെ ബി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കെയ്ൻസ് കൊടുത്തിരിക്കുന്ന
ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയും. ഇതിനെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. അപ്പോൾ MPC എന്ന് പറയും. ആ MPCയുടെ ചുരുക്കെഴുത്താണ് B എന്ന് പറയുന്നത്. അപ്പോൾ ഇനി Y എന്താണ്? ഈ MPCയെ വേറൊരു തരത്തിൽ കൂടെ വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയും. MPC ഈസ് ദ സ്ലോപ്പ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പാണ്. അത് ഞാൻ പടത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ Y എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം ആണ്. ദെൻ MPC ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് ദ ഷോർട്ട് റൺ. ഓർത്തിരുന്നോണം, MPC ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ MPC കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ലീനിയർ കർവ് വിച്ച് റെപ്രസെൻറ്റ്സ് MPC. MPC കർവ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു ലീനിയർ മീൻസ് സ്ട്രെയിറ്റ് ലൈൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻ ദ ഷോർട്ട് റൺ MPC ഈസ് കോൺസ്റ്റന്റ്. ഓർത്തിരുന്നോണം. അതുപോലെ കൺസംഷൻ ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രത്യേകത, അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്, അതായത് 0 ലെവൽ ഓഫ് ഇൻകത്തിലും നമുക്ക് കൺസംഷൻ ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞു MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കോൺസ്റ്റന്റ് ആണ്. മൂന്നാമത് ഒരു പോയിന്റൂടെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് നോൺ പ്രൊപ്പോർഷണൽ. ദാറ്റ് ഈസ് APC ഡിക്ലൈൻസ് വെൻ ഇൻകം ഇൻക്രീസസ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് അതിനെ നമുക്ക് C/Y എന്ന് പറയാം. അതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് propensity to consume declines when income increases. Income increase ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എന്താണെന്നാ പറയുന്നത്, നോൺ പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം MPC ഈസ് ലെസ് ദാൻ APC അറ്റ് എനി ലെവൽ ഓഫ് ഇൻകം. നമുക്ക് ഇൻകം ലെവൽ എന്തും ആയിക്കോട്ടെ, ഇൻക്രീസ് ഓർ ഡിക്രീസ്, അറ്റ് എനി ലെവൽ ഓഫ് ഇൻകം MPC ഈസ് ലെസ് ദാൻ APC. ഓർത്തോണം, MPC എപ്പോഴും APCക്ക് താഴെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഉള്ളൂ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൻ്റെ അകത്തിലെ മെയിൻ പോയിന്റ്സുകൾ ഓർത്തോണം. പിന്നെ ഇതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, വേണേൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റിയൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫംഗ്ഷൻ ഓഫ് റിയൽ കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം. നമ്മൾ മുമ്പേ പറഞ്ഞു റിയൽ കറണ്ട് ഡിസ്പോസിബിൾ ഇൻകം എത്രയാണോ അതിനാനുപാതികമായിട്ടൊരു പോസിറ്റീവ് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പാണ് റിയൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. റിയൽ കൺസംഷൻ മീൻസ് നമ്മുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയും. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ട് റൺ ഫംഗ്ഷൻ ആണ് കൺസംഷൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ വാല്യൂ ഓഫ് MPC ലൈസ് ബിറ്റ്വീൻ 0 and 1. നമുക്കതിനെ എങ്ങനെ എഴുതാം? 0 ഈസ് ലെസ് ദാൻ MPC ഈസ് ലെസ് ദാൻ 1. ഓർത്തിരുന്നോണം, അതായത് വാല്യൂ ഓഫ് MPC ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. അതായത് നമുക്ക് ഇൻകം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകം കൂടുന്നതിൻ്റെ അത്ര ഇല്ല. അതാ പറഞ്ഞ ലെസ് ദാൻ 1 ആണ്. 0 and ലെസ് ദാൻ 1, 0.7, 0.8 അല്ലെ 0.9 അത്രേ വരത്തുള്ളൂ, 1ലേക്ക് വരത്തില്ല. അതുപോലെ ആസ് ഇൻകം ഇൻക്രീസസ് നമ്മൾ പറഞ്ഞു APC ഫോൾസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് APC ഫോൾസ്. അതുപോലെ തന്നെ ഇൻ ദ ഷോർട്ട് റൺ MPC റിമെയിൻ കോൺസ്റ്റന്റ്, അതും നമ്മൾ പറഞ്ഞു. ഇത്രയും പ്രോപ്പർട്ടീസ് ഇതിൻ്റെ അകത്ത് ഓർത്തിരുന്നോണം. ബേസ്ഡ് ഓൺ ദീസ് പ്രോപ്പർട്ടീസ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദ തിയറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ചെറിയ ഡയഗ്രത്തിലൂടെ നമുക്ക് പറയാം. OX ആക്സിസിൽ ഡിസ്പോസിബിൾ ഇൻകം കൊടുത്തിട്ടുണ്ട്, അല്ലെ ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം. OYയിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അവിടെ നമ്മളൊരു 45 ഡിഗ്രി ലൈൻ വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് C is equal to Y എന്ന് പറയും. C is equal to Y, അതായത് ഒരു 45 ഡിഗ്രി ലൈനാണ്. കൺസംഷൻ ഇൻകം ലെവലാണ്, ഇക്വിലിബ്രിയത്തെയാണ് C is equal to Y എന്ന് പറയും. ഇനി അവിടെ നമ്മൾ ചരിച്ച് മറ്റൊരു ലൈൻ വരച്ചിട്ടുണ്ട്, കണ്ടോ? C is the function of, അല്ലെ C is equal to A plus BY എന്ന് പറയും. C is equal to A plus BY, അതായത് ഇവിടുന്ന് ചരിഞ്ഞ് കണ്ട ഇൻകത്തിന് ആനുപാതികമല്ല, പക്ഷേ റൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻകം പോലെ പോകുന്നില്ല. അപ്പോൾ ആ 2 ലൈൻ ശ്രദ്ധിച്ചോണം. C is equal to Y ഒരു 45 ഡിഗ്രി ലൈനാണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A plus BY ആണ്. A plus BY എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഓട്ടോണമസ് കൺസംഷൻ ആണ്. B എന്ന് പറയുന്നത് MPC ആണ്. Y എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ നാഷണൽ ഇൻകം ആണ്. ഇനി അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് തന്നിട്ടുണ്ട്. C is equal to Y യും C is equal to A plus BY യും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് E എന്ന് പറയും. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പോസിബിൾ ഇൻകം Y1, കൺസംഷൻ എക്സ്പെൻഡിച്ചർ C1.
T1. എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടോ, അതായത് ആ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. അതേ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അത്രയും ലെവലിൽ കൺസംഷൻ അല്ല. വേണമെങ്കിൽ ഇത് ഇനിയും ഞാൻ ഈ വരച്ച് കാണിക്കാൻ പോകുന്ന ഇനിയും നിങ്ങൾ വരയ്ക്കരുത്, ഇത്രയേ ഉള്ളൂ പടം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇൻകം ഇവിടെ വരെ, അതായത് ഇൻകം കൂടുന്നു എന്ന് വിചാരിക്കുക, ഇൻകം Y1ലേക്ക് Y2ലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടോ, കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ എത്രയേ ഉള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ. കണ്ടോ, അതായത് Y1ൽ നിന്ന് Y2ലേക്ക് ഇൻകം കൂടുന്നുണ്ട്, പക്ഷേ കൺസംഷൻ ലെവൽ എത്രയേ ഉള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഓർക്കണ്ട. അപ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻകത്തിന് ആനുപാതികമാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇൻകം കൂടുന്നതിൻ്റെ അത്രയും കൺസംഷൻ കൂടുന്നില്ല. അതാണ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇക്വിലിബ്രിയത്തിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഇൻകവും ഏകദേശം ഈക്വലാണ്. എന്നാൽ അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻകം. ദാറ്റ് ഈസ് ദ സൈക്കോളജിക്കൽ ഓർ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ഓഫ് കെയ്ൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം. ഷോർട്ട് നോട്ടായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, പഠിക്കുക. സംശയമുണ്ട് എന്നോട് ചോദിക്കുക. ഓക്കെ.